ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളുടെ പൊങ്കലിന്റെ ഭാഗമായിട്ട് കാർത്തിക് സുബ്രാജ് ഡയറക്ട് ചെയ്യുന്ന സൂര്യയുടെ പടമായിട്ടുള്ള റെട്രോന്റെ ഒരു പോസ്റ്റർ, പൊങ്കൽ വിഷസ് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തിന്റെ ഗതികേടാന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടാ. അത് പറയാൻ കാരണം നമ്മുടെ മലയാളത്തിലെ ജയറാമേട്ടൻ ഈ പോസ്റ്ററിൽ ഏറ്റവും ബാക്കിൽ നടന്നു വരുന്ന ഒരു പോസ്റ്ററാണ്. പ്രത്യക്ഷത്തിൽ ആ പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഉള്ള വേറെ കാരണങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ്. അതായത് നമ്മുടെ ചാനലിൽ വരുന്ന കമൻസുകൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോസ് തന്നെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ കമൻറ്റുകൾ വായിക്കൽ കുറവാണ്, എങ്കിൽ കൂടിയിട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് എനിക്ക് കിട്ടണത് നോക്കാനായിട്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ട് പോകുമ്പോൾ അതിന് വരുന്ന കമൻസുകൾ എന്താണെന്നുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. സാധാരണ വിമർശനാത്മകമായ രീതിയിൽ കമൻറ്റുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയന് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ ആ പോസ്റ്റ് കാണുന്നവർ ഞാൻ പറയുന്ന ഒപ്പീനിയന് മേലെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിൽ അവർ ഓപ്പോസിറ്റ് ഒപ്പീനിയനാണ് പറയണതെങ്കിൽ അത് എന്താ പറയുക, ഒരു വിമർശനാത്മകമായ രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പറയണതെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അതിലൊന്നൊരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ചില കമൻറ്റുകൾ നമ്മളെ ട്രിഗർ ചെയ്യുന്ന കമൻറ്റുകൾ വരുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് മറുപടി കൊടുക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ പറയുന്ന വാദമാണ് ആത്യന്തികമായ ശരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒപ്പീനിയനാണ് അൾട്ടിമേറ്റ്ലി ട്രൂ എന്നും നമുക്ക് വാദമൊന്നുമില്ല. അതല്ല ബ്രോ ഇന്നതാണ് എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വരുമ്പോൾ നമ്മൾ ഓക്കെ ആക്സെപ്റ്റഡ് എന്നുള്ള രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ ലെവലിലുള്ള ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെയാണ് കമൻറ്റുകൾ വരണേ ആ രീതിയിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അത് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പരമാവധി ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു മൈൻഡ് സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ജയറാമിൻ്റെ ആ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ റെട്രോൻ്റെ ആ പോസ്റ്ററിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഗതികേട് നോക്കിയെന്ന് പറയാൻ കാരണമായിട്ട്, ഞാനൊരു 90s കിഡാണ്. ഞാൻ ചെറുപ്പകാലം തൊട്ട് സിനിമകൾ ഒരുപാട് കണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഈ സിനിമകളോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് സിനിമ ടോപ്പിക്കായിട്ട് ഈ ചാനൽ തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. ഒരുപാട് നീഷുകൾ സെലക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നോളജുള്ള വേറെ നീഷുകൾ ഉണ്ടായിട്ട് കൂടി ആ നീഷസ് ഒന്നും സെലക്ട് ചെയ്യാതെ സിനിമ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒപ്പീനിയൻസ് പറയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമകൾ ഒരുപാട് കാണുന്നുണ്ട് ചെറുപ്പം തൊട്ട്. മലയാള സിനിമകളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, തമിഴ് സിനിമകൾ, തെലുങ്ക് സിനിമകൾ, പിന്നെ അന്യഭാഷാ സിനിമകൾ. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലാ ഭാഷകളുടെ സിനിമകൾ കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ, സുരേഷ് ഗോപി. ഞാൻ ഏട്ടൻ എന്നുള്ളത് അങ്ങോട്ട് മാറി പറഞ്ഞിട്ടിരിക്കുന്നത് സംസാരത്തിൻ്റെ ഫ്ലോ കൊണ്ടാണ്, ഇനി വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ ഈ 5 പേരാണ് നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ്. ഈ സൂപ്പർ സ്റ്റാർസുകൾ അന്യഭാഷയിൽ പോയിട്ട് അഭിനയിക്കുമ്പോൾ ആസ് എ പേഴ്സൺ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പെർഫോമൻസ് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു കോമാളിയാവാത്ത രീതിയിൽ നമ്മളുടെ ആക്ടേഴ്സ് അവിടെ പെർഫോം ചെയ്യണതാണ് നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ കാര്യം നോക്കാം. ലാലേട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി പുള്ളി അഭിനയിച്ചിട്ടുള്ള അന്യഭാഷാ സിനിമകൾ, അതായത് വേറെ സിനിമകളുണ്ട്, നമ്മുടെ കമൽഹാസൻ്റെ കൂടെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. ആ പടം ഞാൻ മറന്നു, അതൊക്കെ നല്ല അഭിനയമാണ്. എങ്കിൽ കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള 2 പടങ്ങളാണ്. ഒന്ന് ജില്ലയിൽ തുടക്കത്തിൽ ആ ക്യാരക്ടർ ഭയങ്കര മാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇൻ്റർവെല്ലോട് കൂടിയിട്ട് വിജയുടെ ഒരു ട്രാൻസ്ഫോർമേഷനോട് കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ മൊത്തം ലാലേട്ടൻ മൊത്തം ഒരു കാര്യമില്ലാത്ത ലെവലിൽ ഭസ്മായി പോകുന്ന ക്യാരക്ടറാണ്. കാരണം അത് വിജയപ്പാടാണ്. എങ്കിൽ കൂടിയിട്ട് അവിടെ പോയിട്ട് കുറേ വിമർശനങ്ങൾ 2013 ജില്ല റിലീസ് ചെയ്തത്. അന്ന് കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കാപ്പാൻ എന്ന് പറയുന്ന KV ആനന്ദ് സൂര്യയുടെ പടത്തിൽ പോയി അഭിനയിച്ചു. അതിൽ പോയിട്ട് വെടി കൊണ്ട് ചാവുന്ന ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് ലാലേട്ടൻ മാറി. ഇതൊക്കെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് നോക്കാം, ദിലീപേട്ടൻ്റെ കാര്യം നോക്കാം. ദിലീപേട്ടനെ ഒരുപാട് തമിഴ് സിനിമയിൽ നിന്ന് അപ്രോച്ച് ചെയ്തെങ്കിൽ കൂടിയിട്ട് അതിലെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശങ്കർ നൻപൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 3 ഇഡിയറ്റ്സിൻ്റെ നൻപൻ എന്ന് പറയുന്ന സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ അതിൽ ആ കോമാളി ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ദിലീപിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കഥ പറഞ്ഞത്. കഥ പറഞ്ഞപ്പോൾ ദിലീപിന് ആ പടത്തെ പറ്റി 3 ഇഡിയറ്റ്സിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല, ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ വരികയും ആ കഥ, അല്ലെങ്കിൽ ആ സിനിമ 3 ഇഡിയറ്റ്സ് സിനിമ ദിലീപിൻ്റെ മകളായിട്ടുള്ള മീനാക്ഷി പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോമഡി റോളാണ്, അല്ലെങ്കിൽ കോമഡി കൺസെപ്റ്റ് ക്യാരക്ടറാണ്, വേണ്ട അച്ഛ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ കട്ട് ചെയ്തതാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് വിളിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന അറിയാം, ദിലീപേട്ടൻ നമ്മുടെ
നാട്ടിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ റേഞ്ച് ആക്ടറാണ്. പുള്ളീനെ അവിടെ ഒരു കോമാളി ലെവലിൽ കൊണ്ടുപോയി വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് അത് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ട്രോൾ മെറ്റീരിയൽ ആണ്. അതേപോലെ ശിവാജിയിലെ സുമൻ എന്ന് പറയുന്ന വില്ലൻ്റെ ക്യാരക്ടറിന് ലാലേട്ടനെ വിളിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെയായി. ഇതേപോലെ പറയുന്ന ഒരാളാണ് നമ്മുടെ ജയറാമേട്ടൻ. മലയാള സിനിമയുടെ നമ്മൾ കണ്ടു തുടങ്ങുന്ന കാലത്തൊക്കെ ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഹീറോയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാട് ജയറാം സിനിമകളുണ്ട്. ഇപ്പോഴും ജയറാം എന്ന് പറയുന്ന നടനെ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ആക്ഷൻ ഒന്നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് പുള്ളി ഔട്ട്ഡേറ്റഡ് ആയെന്നുള്ള പല വിമർശനങ്ങളും വന്നിട്ടുണ്ട്. കുറേയൊക്കെ സത്യമാണ്. പുള്ളിയുടെ ആക്ഷൻ, പുള്ളിയുടെ ഡാൻസ് അതൊന്നും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. പുള്ളി ആ ഒരു സത്യനന്ദിക്കാട്, രാജസേനൻ സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ, ഗ്രാമീണ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തെ വീട് ഒരു കൺസെപ്റ്റുള്ള ക്യാരക്ടറുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് നമ്മുടെ മലയാള സിനിമ ഇത്ര ഫാസ്റ്റ് മൂവ്മെന്റ് സിനിമകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ജയറാമിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിലുള്ള ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഹിറ്റുകളിൽ വളരെ പേരെടുത്ത് പറയാൻ പറ്റും. കുറേ ഹിറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ദ കാറ്, സൂപ്പർമാൻ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫാമിലി സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ എവർഗ്രീൻ സ്റ്റാർ തന്നെയാണ് ജയറാം എന്ന് പറയുന്ന നടൻ. ഇന്നും മലയാളികളുടെ മനസ്സിൽ പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വരടുന്നത് സൂപ്പർ സ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന നടൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഒരുപാട് ഫ്ലോപ്സുകൾ പുള്ളിക്ക് കിട്ടി. പുള്ളി ഔട്ട്ഡേറ്റഡ് ആയെന്നുള്ള വാദങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ നമ്മൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം സിനിമ, ഞാൻ പേഴ്സണലി പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാം, അനുയോജ്യമായിട്ടുള്ള കമൻറ്റുകൾ പറയാം, അതൊക്കെ ഓക്കെ. പിന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തമിഴ് സിനിമകളിൽ ഇപ്പോൾ പോയിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പൊന്നിയിൻ സെൽവനിൽ മൊട്ടടിച്ചിട്ടുള്ള ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ദ ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കുറച്ചധികം ബ്രദേഴ്സ് പറഞ്ഞു വിജയുടെ പടയോട് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ളത്. എനിക്ക് ആ ക്യാരക്ടർ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. തുപ്പാക്കിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പൊന്നിയിൻ സെൽവനിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള റെട്രോയിൽ ചിലപ്പോൾ കാർത്തിക് സുബ്രാജിൻ്റെ പടം നല്ല ക്യാരക്ടർ ആയിരിക്കാം, വാട്ട് എവർ. എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന നമ്മുടെ ഒരു നടൻ പോയിട്ട് അവിടെ പോയി ഇമാതിരി അമിഞ്ഞ വേഷങ്ങൾ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് അത് എന്നോട് പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ പറയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിൽ ഒരു സൂപ്പർ സ്റ്റാർ റേഞ്ച്, ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ് സൂപ്പർ സ്റ്റാർ റേഞ്ച് എന്നുള്ള നടന്മാർ പോയി അവിടെ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ നോർമൽ നടന്മാരെ കൂട്ടുക, ഇപ്പോൾ സിദ്ദിഖ് ഉണ്ട്, അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റാർ റേഞ്ച് നടന്മാരല്ലാത്ത നടന്മാരാണ് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞത് വീണ്ടും എടുത്ത് പറയുന്നത് സൂപ്പർ സ്റ്റാർ റേഞ്ചിലൊരു നടൻ പോയിട്ട് അവിടെ ഒരു കോമാളി സെറ്റപ്പ് അല്ലെങ്കിൽ അവിഞ്ഞ വേഷത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി അതിനോട് ഒരു യോജിപ്പില്ല. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മലയാള നടൻ അല്ലെങ്കിൽ മലയാള സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മമ്മൂക്കയാണ്. മമ്മൂക്ക ഇമാതിരി അവിഞ്ഞ വേഷങ്ങളൊന്നും അവിടെ പോയി ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ പറയുന്ന അവിഞ്ഞ വേഷം ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ വൈസ് ഒക്കെ ക്യാരക്ടർ ഉണ്ടായിരിക്കും, എങ്കിൽ കൂടി ഒരു ഗുമ്മില്ലാത്ത വേഷം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മീറ്റർ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മമ്മൂക്ക ഇങ്ങനത്തെ അവിഞ്ഞ വേഷങ്ങളൊന്നും ചെയ്യില്ല. മമ്മൂക്ക ചെയ്ത തമിഴ് പടങ്ങൾ നമുക്ക് കാണാം. പേരൻപ് അല്ലേ, പേരൻപൊക്കെ അവിടെ പോയിട്ട് നമ്മുടെ മമ്മൂക്ക അവിടെ പോയിട്ട് എന്താണ് കാണിച്ചാൽ കിട്ടിലും പടമാണ്, ശരിക്കും കണ്ണ് തന്നെയായിരിക്കും. അമ്മാതിരി പെർഫോമൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ആസ് എ മലയാളി ഞാനത് എടുത്ത് പറയുമ്പോൾ എനിക്ക് പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഒരു കോമാളി വേഷമല്ല, ശരിക്കും എന്താണ് അഭിനയം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് തമിഴ്നാട്ടിലെ ആൾക്കാർക്ക്. അതൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു അഭിമാനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേഷങ്ങൾ മമ്മൂക്ക് ചെയ്തു വെക്കുന്ന വേഷങ്ങൾ അമ്മണി യാത്ര തെലുങ്കിൽ പോയി ചെയ്തു, കിടില് ഹിറ്റല്ലേ. ആ കാര്യത്തിൽ എനിക്ക് മനുഷ്യനോട് ഭയങ്കര റെസ്പെക്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്ര സിനിമകൾ വേണമെങ്കിൽ സ്റ്റാർസിനെ പരാജയപ്പെട്ടോട്ടെ, അത് നമ്മുടെ സ്വന്തമാണ്, നോ പ്രോബ്ലം. പക്ഷെ അന്യനാട്ടിൽ പോയിട്ട് ഇമാതിരി ഉള്ള റോളുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള യോജിപ്പ് എനിക്ക് അതുകൊണ്ടില്ല. ശക്തമായിട്ടുള്ളൊരു വിയോജിപ്പുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. അതാണ് ഞാൻ ആ പോസ്റ്ററിൽ അങ്ങനെ ഒരു ഗതികേട് എന്നുള്ള ലെവലിൽ നോക്കിയത്. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇതാണെങ്കിൽ ഓക്കെ, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടിയിട്ട് എനിക്കിത് ദഹിക്കുന്നില്ല ബ്രദേഴ്സ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി നോക്കാം. സുരേഷ് ഗോപി പോയി ചെയ്തിട്ട് ശങ്കറിൻ്റെ ആ പടത്തിൽ ഒരു സീൻ നമുക്കറിയാം, ഒരു പാൻറ്റീസ് എടുത്ത് പുള്ളി കൊണ്ടുപോകുന്ന സീനൊക്കെ ഉണ്ട്. അതിന് കുറേ ട്രോൾസ് ഉണ്ടായെങ്കിൽ കൂടി ആ സീന് ആ ഒരു ക്യാരക്ടറിന് ആവശ്യമാണ്. കാരണം പുള്ളി ഒരു സൈക്കോ പാത്ത് അല്ലെങ്കിൽ സൈക്കോ ലെവലിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് തെളിയിക്കാൻ ആ സീൻ നോക്കിയായിരുന്നു. എങ്കിൽ കൂടി ആ ക്യാരക്ടറിന് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടു. പക്ഷെ നല്ല ഡെപ്ത് ഉള്ള നല്ല കിടിലൻ ക്യാരക്ടർ ഉണ്ടായില്ല വില്ലൻ. അപ്പം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഓക്കെയാണ്. പക്ഷേ ജയറാമേട്ടൻ സമീപകാലത്ത് ചെയ്തിട്ടുള്ള അന്യഭാഷാ ചിത്രങ്ങളിലെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ പിന്നെയും എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ എനിക്ക് തോന്നിയത് നമ്മുടെ വൈകുണ്ഠപുരം, അല്ലു അർജുൻ്റെ അല്ലു അർജുൻ്റെ ഫാദർ എന്നുള്ള ക്യാരക്ടറാണ്. കുഴപ്പമില്ല എന്നുള്ളൂ. എങ്കിൽ കൂടി നമ്മുടെ ഒരു സ്റ്റാർ റേഞ്ച് പോലത്തെ ഒരു ആക്ടറെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്.
പുള്ളി ഇപ്പോഴും മലയാളത്തിലെ അബ്രഹാം ഓസ്ലർ വന്നപ്പോൾ ഞാൻ ആ സിനിമയെ പറ്റി ഒരുപാട് നല്ല പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ആവറേജ് ഹിറ്റ് ആണെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ജയറാമേട്ടൻ അഭിനയിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് ഇനിയിപ്പോൾ ഫ്ലോപ്പ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. സിനിമകളെല്ലാം ജയിക്കുന്നുള്ളത് ഒരു നടൻ്റെയും ഒരു ഡയറക്ടറെയും ഒരു ഗ്യാരണ്ടി ഇല്ല. എല്ലാവരുടെയും പൊളിയാം, ആരുടെയും വേണമെങ്കിലും ജയിക്കാം. സോ അങ്ങനത്തെ പടങ്ങൾ വന്ന് ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞാലും എന്നെ സംബന്ധിച്ച് അതൊരു അങ്ങനെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് സെൽഫായിട്ടൊരു റേഞ്ച്, സെൽഫായിട്ടൊരു സംഭവമുണ്ട്. നമ്മളവിടെ പോയിട്ട് നമുക്ക് ദാരിദ്ര്യമാണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് താൻ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇഷ്ടിക കട്ടയുമാണെങ്കിലും നമ്മളുടെ മനസ്സിൽ അത് സിംഹാസനമാണ്, അല്ലെങ്കിൽ അതൊരു റോയൽ ചെയർ ആണെന്നുള്ള റിച്ച് മൈൻഡ് സെറ്റ് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ, ജയറാമേട്ടൻ എടുക്കണം കാണുമ്പോൾ, എന്തിനാണ് ജയറാമേട്ടൻ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് പോയി എടുക്കണേ? ഇപ്പോൾ ഗെയിം ചേഞ്ചറിൽ ജയറാമേട്ടൻ്റെ തല ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കലുകൾ വന്നു. ആ പടത്തിൽ എന്താ ഉണ്ടായെന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ചെറുവക റോള്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാർത്തിക് സുബ്രാജിൻ്റെ പടത്തിൽ നല്ല ക്യാരക്ടർ ആയിക്കോട്ടെ എങ്കിൽ കൂടിയിട്ട് പോസ്റ്റേഴ്സിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ജയറാമേട്ടൻ ഇല്ല എന്നുള്ള ജയറാമേട്ടൻ ഒരു വട്ടം മനോരമയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് മാർക്കറ്റിംഗും സെൽഫ് ബ്രാൻഡിങ്ങും സംഭവങ്ങൾ. പക്ഷെ അതില്ലെങ്കിൽ കൂടി മലയാളത്തിൽ ഉള്ളൊരു സൂപ്പർ സ്റ്റാർസിനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തീരെ യോജിപ്പില്ല. പുള്ളി മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ചെയ്ത് വരട്ടെ, ഇടയ്ക്കും നിലയ്ക്കൊക്കെ പോയി നല്ല ഒരു ക്യാരക്ടർ, ഇപ്പോൾ ജോജു ജോർജ് ചെയ്യുന്ന ക്യാരക്ടർ കാണാം നമുക്ക്. തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും പോയി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഓക്കെ. ജോജു ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ അല്ല, ജയറാമേട്ടൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ കുറേ പേർക്കത് ഞാൻ ഉദ്ദേശിക്കുന്ന മീറ്റർ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജയറാമേട്ടൻ തമിഴിൽ പോയിട്ട് ഇമ്മാതിരി വേഷങ്ങൾ ചെയ്യാതെ, ഇമ്മാതിരി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും ആ വേഷം നല്ല വേഷമായിരിക്കും, പക്ഷേ അതായത് ക്യാരക്ടറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഇവിടുത്തെ സിനിമകളിൽ സ്റ്റാർ ഹീറോ ആയിട്ട് നല്ല നല്ല സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇവിടെ സജീവമാവട്ടെ എന്നുള്ളത് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ജയറാമേട്ടനാണ്, ജയറാമേട്ടൻ്റെ ഇഷ്ടമാണ്, അവരുടെ തീരുമാനങ്ങളാണ്. എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം.